ബലഹീനത, വീക്ക്നെസ് എന്ന് കേൾക്കാറില്ലേ? എന്താണ് ഈ വീക്ക്നെസ്? അത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മൾ ഈ പല കാര്യങ്ങളും ആഗ്രഹിക്കാറുണ്ട്. ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചിലർ ശ്രമിക്കും, ചിലർ ഇങ്ങനെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ ശ്രമിച്ചിട്ടും ആ ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ ആകെ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നത്. ഇങ്ങനെ നിരാശയിലേക്കും സങ്കടത്തിലേക്കും അതുപോലെ ഏകാന്തതയിലേക്കും ഒക്കെ തന്നെ നമ്മൾ കൂപ്പുകുത്തുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബലഹീനത എന്തെന്ന് തിരിച്ചറിയുന്നത്. അപ്പോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിക്കാത്തത് നിങ്ങൾക്ക് അർഹതയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിധി തട്ടിമാറ്റിയത് കൊണ്ടോ ഒന്നുമല്ല. അതിനേക്കാൾ ഏറ്റവും മനോഹരമായത്, ഏറ്റവും മികച്ചത് നിങ്ങൾ അർഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളിൽ നിന്ന് അകന്നു പോയതൊക്കെ തന്നെ, അത് മനുഷ്യരായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, അപ്പൊ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എത്തിപ്പെടുന്നില്ല, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളിലേക്ക് അത് വന്നു ചേരേണ്ടതല്ല എന്നത് തന്നെയാണ്. നമ്മൾക്ക് അർഹതപ്പെട്ട, നമ്മളിലേക്ക് വന്നു ചേരേണ്ടവ മാത്രമേ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. ഈ ലോകത്ത് പലതും നമുക്ക് സ്വന്തമെന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്ന കൊണ്ടാണ് ആ ആഗ്രഹം നടക്കാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ ആ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴോ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മളിൽ നിന്ന് അകലുമ്പോഴോ ഒക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എല്ലാവരും പല തരത്തിലുള്ള പാട്ടുകൾ ആസ്വദിക്കുന്നതാണ്. ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. അപ്പൊ നമുക്കെല്ലാം ഒരു സ്വാഭാവികമായും ഒരു അഹങ്കാരമുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നിഴലെങ്കിലും ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സൂര്യന്റെ ഔദാര്യം മാത്രമാണ് നമ്മളെല്ലാം സ്വന്തമെന്ന് കരുതുന്ന ഈ നിഴൽ. അപ്പൊ ഒരു ദിവസം സൂര്യൻ വിചാരിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഇപ്പൊ നിഴലും കൊണ്ട് നടക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ ഈ ലോകത്ത് ഒന്നും നമ്മുടെ സ്വന്തം അല്ലെന്നേ. യഥാർത്ഥത്തിൽ ഈ നിഴലും നമുക്ക് സ്വന്തമല്ല എന്നർത്ഥം. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ ദുഃഖിക്കുന്നത്? എപ്പോഴും ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമുക്ക് അർഹതപ്പെടാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. അകന്നു പോകുന്ന എല്ലാം അകന്നു പോകട്ടെ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വന്നാൽ മതി. അതുവഴി ഉണ്ടാവുന്ന സമാധാനവും സന്തോഷവും അല്ലേ ഏറ്റവും പ്രധാനം. നമ്മുടെ നല്ല വശങ്ങൾ ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കും പോലെ, ഇത്തരത്തിലുള്ള സമയങ്ങളിൽ, ഇത്തരത്തിലുള്ള വിഷമങ്ങളിൽ, ഇത്തരത്തിലുള്ള ഏകാന്തതയിൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ബലഹീനതകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് മുന്നേ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേയധികം എനർജിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.